वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। അർജുനൻ്റെ സംഭവ വിവരണം കേട്ട് അർജുനൻ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ഭാവ വ്യതിയാനമോ ഒരു ഭാവ ഉന്മാദമോ ധർമ്മപുത്രർക്ക് ഉണ്ടായേക്കും എന്ന് അർജുനൻ ഭാവന ചെയ്തിരുന്നു എങ്കിലും അതൊന്നും അപ്രകാരം സംഭവിച്ചില്ല. അദ്ദേഹം ഇതെല്ലാം വളരെ നിശബ്ദമായി കേട്ടിരുന്നിട്ട് പറഞ്ഞു, യുത്സവനെ രാജാവാക്കി വാഴിക്കുക. സാർ, നിലവിളിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഒരുപാട് ഈ ഭഗവാന്റെ നിര്യാണം വാർത്ത കേട്ടിട്ടേ ധർമ്മപുത്രൻ നീട്ടി നിലവിളിച്ചു എന്നുള്ളൊരു എവിടെയോ ഞാൻ വായിച്ചതായിട്ട് തോന്നുന്നു. ശരിയായ രീതിയിൽ ഒരുപാട് കരഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം കരയുന്ന പതിവേയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ധൃതരാഷ്ട്ര പറഞ്ഞു, ധർമ്മപുത്രരെ നിനക്കറിയാമല്ലോ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലെന്ന്. അവർ ദുഷ്ടന്മാരാണ്, ദുഷ്ട സംസർഗമുള്ളവരാണ്, ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് പകുതി രാജ്യത്തിന് അർഹതയുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതിജ്ഞ പരിപൂർണമായി പാലിച്ചു വന്നിരിക്കുകയാണെങ്കിലും ഒരു യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് വിവേകമുള്ള നീ കാട്ടിൽ തന്നെ തുടർന്നും താമസിക്കുക എന്നുള്ളതാണ്. നിനക്കാണെങ്കിൽ തപശ്ചര്യയ്ക്ക് നല്ലതുമാണ്. ആകത്തിന് ബുദ്ധിമുട്ട് വരാവുന്നത് ഭീമന് മാത്രമേ ഉള്ളൂ. നിന്റെ ഗുണത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ് എന്നോട് പറഞ്ഞു കാണും എന്നിങ്ങനെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ദുഃഖമാണ് തോന്നേണ്ടത്. അങ്ങനെയല്ല ഉണ്ടായത്. അപ്പോൾ മനസ്സോടെ നിന്ന ധർമ്മപുത്രർ പെട്ടെന്ന് കൃഷ്ണനെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്തത്, അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞല്ലോ ദൗത്യവുമായി, സമാധാന ദൗത്യവുമായി. ആ സമാധാന ദൗത്യത്തിൽ അങ്ങ് ഞാൻ പറഞ്ഞതായി വലിയച്ഛനോട് പറയണം. യുദ്ധം സുനിശ്ചിതമായി. അതാണ് ഒന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ അറിയിപ്പ്. 2, അദ്ദേഹത്തിൻ്റെ ദുഷ്ടന്മാരാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള 100 മക്കളെയും കൊല്ലും, അവരുടെ സഹായികളെയും കൊല്ലും. അവിടെയൊക്കെ ധർമ്മപുത്ര രാജാവായിട്ട് ഉയരുന്നു. ഈ 2 വിഭാഗത്തിലും ആരെങ്കിലും ഒരാൾ അവസാനിക്കുന്നതുവരെ ഈ യുദ്ധം തുടരും, കൗരവന്മാരിലും പാണ്ഡവന്മാരിലും. അല്ലാതെ ഞാനിതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇത് ലോകനാശത്തിന് വേണ്ടി ഉണ്ടാകാൻ പോകുന്ന യുദ്ധമാണ്, അല്ലാതെ എനിക്ക് രാജ്യം കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാകാൻ പോകുന്ന യുദ്ധമല്ല. അതുകൊണ്ട് ലോകത്തെ നശിപ്പിച്ച് ഞാൻ കാല് പുറകോട്ടെടുക്കും. വാക്ക് ഉചിതം പോലെ അങ്ങ് പറഞ്ഞോളൂ. അവിടെ വളരെ വ്യാകുലനായി ഇനി എന്തു ചെയ്യും എന്ന് നിശ്ചയമില്ലാത്ത രീതിയിൽ കുന്തുകാലിലിരുന്നിട്ട് ആ കുന്തുകാലിലേക്ക് താടിയെടുത്ത് വയ്ക്കും എന്ന് വിചാരിക്കേണ്ട സന്ദർഭത്തിലാണ് എല്ലാവരും ഞെട്ടിപ്പോത്തക്ക വിധത്തിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. തപശ്ചര്യയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളതുമാണ്. രാവിലെ യജ്ഞം നടത്തുക, ഇത് ജലസേവ നടത്തുക, പ്രഭാത വന്ദനം നടത്തുക, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം വളരെ വിശദമായി ചെയ്യും. അതിന് രാജ്യത്ത് ഉള്ള മറ്റ് അത്യാവശ്യങ്ങളെല്ലാം മാറ്റിവെക്കും. 11:30 ഏതാണ്ട് ഉച്ചയോടടുത്താണ് അദ്ദേഹത്തെ ജനങ്ങൾക്ക് കാണാവുന്നത്. അത് പിന്നെ രാത്രി വേണമെങ്കിലും അദ്ദേഹത്തിന് പരാതികളായിട്ട് വരുന്ന ജനങ്ങൾക്ക് കാണാം. ജനങ്ങളെക്കാൾ കൂടുതൽ ജനപ്രതിനിധികളാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പോൾ റെപ്രസെൻ്റ് ചെയ്ത് ചെല്ലുകയാണല്ലോ. അവരുടെ കാര്യങ്ങൾ വിശദമായി കേട്ട് കാര്യങ്ങൾ വിശദമായി കേട്ടിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കും. അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട്
ആ ഉദ്യോഗസ്ഥന്മാർ അത് വേണ്ട തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നീട് അന്വേഷിക്കുകയും ചെയ്യും. അത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കും. ചാരന്മാർ മുഖേന നുണ പറയാലോ, ചാരന്മാർ മുഖേന വസ്തുത അത് പ്രയോഗത്തിൽ വരുത്തിയോ എന്നുള്ളതും അദ്ദേഹം അന്വേഷിച്ചറിയുന്ന പതിവുണ്ട് അദ്ദേഹത്തിന്. സാധാരണഗതിയിൽ അപ്പോൾ തന്നെ മറിഞ്ഞു വീണ് തന്നെ താൻ അടിക്കുകയോ കരയുകയോ ചെയ്യണ്ട, അത് ചെയ്തില്ല. പിന്നെ യുദ്ധത്തിൽ ശല്യപർവ്വത്തിൽ ഇതിലെ ഏറ്റവും ആ പർവ്വത്തിലെ യുദ്ധം നയിക്കുന്നത് തന്നെ ധർമ്മപുത്രനാണ്. സാധാരണ നമ്മൾ വിചാരിക്കില്ല അദ്ദേഹം അങ്ങനെ ഒരു യുദ്ധവീരനാണ്. അദ്ദേഹത്തെക്കാൾ എത്രയോ വീരനാണ് എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് ശല്യർ. ശല്യരെ കൊന്നുകളയും അതിൽ. അങ്ങനെയാണ് ശല്യപർവ്വം അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഭീമൻ എപ്പോഴും എന്തേ ചെയ്യൂ എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇവരുടെ കൂട്ടത്തിൽ പോലും ഉണ്ടാകില്ല ഭീമൻ. ഭീമൻ മാറി നിൽക്കുകയുള്ളൂ, എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഇവരെന്താ ആണ് പറയുന്നതെന്നിങ്ങനെ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ല, അവരോട് ഇടകലർന്ന് പ്രവർത്തിക്കില്ല. ഇതങ്ങനെയുള്ള സാധാരണ ആളുകളുടേത് പോലെയുള്ള പെരുമാറ്റത്തിൽ രാജാവാണെന്നേ തോന്നുന്നില്ല ഇദ്ദേഹം. രാമൻ അങ്ങനെയല്ല. ആ രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ രാജാവിൻ്റെ പ്രൗഢി അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറില്ല. അതെപ്പോഴും അദ്ദേഹത്തിലുണ്ടാകും. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സമ്പൂർണമായ പഠനവും ഉണ്ടാകും. മന്ത്രിമാരോ ആരെങ്കിലും തിരുത്തലുകൾ പറഞ്ഞാൽ അത് അദ്ദേഹം മൂളിക്കേൾക്കും. അവരഭിനന്ദിക്കുകയും ചെയ്യും. സ്വന്തം തീരുമാനം ചെയ്യുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് ചെയ്യുള്ളൂ. അതാണ് ഈ വിഭീഷണനെ സ്വീകരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരരുത്. ഇവനെ ഈ കിട്ടിയ സന്ദർഭത്തിൽ തന്നെ ഇവനെ കൊന്നുകളയാണ് വേണ്ടത്. അവൻ ചിലപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ ചാരനായിട്ട് വന്നതാവും. അവനിങ്ങനൊരു ശിഷ്ടൻ്റെ പരിവേഷമുള്ളതുകൊണ്ട് വന്നതാകും. അതുകൊണ്ട് നമ്മുടെ യുദ്ധരഹസ്യങ്ങൾ അറിയാനാണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നറിയാനാണ്, ഏറ്റവും അന്തിമമായി വിജയത്തിന് വേണ്ടി മാത്രം പ്രയോഗിക്കാനുള്ള എന്തെങ്കിലും വിശിഷ്ടായുധങ്ങളുണ്ടോ എന്നും അറിയാനാണ് വന്നിരിക്കുന്നത്. അവനൊളിച്ച് അപ്പുറത്തേക്ക് തന്നെ മുടങ്ങിപ്പോകും ഇതെല്ലാം കഴിയുമ്പോൾ. ഓരോരുത്തരും പറയുമ്പോൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം അഭിനന്ദിക്കും. അതിലാണ് പിന്നെ ഭരതനെ പോലെ ഒരു ഭ്രാതാവിനെ ലോകത്തിൽ ആർക്കും കിട്ടില്ല എന്ന് പറയുന്നത് അതിലാണ്. സുഗ്രീവനെ പോലെ ഒരു സുഹൃത്തിനെ ആർക്കും കിട്ടില്ല. സീതയെപ്പോലെ ഒരു ഭാര്യയാണെങ്കിൽ കിട്ടിയെന്ന് വരാം. അങ്ങനെ പറയുന്നു. അപ്പോൾ എന്ത് വലിയ സ്ഥാനമാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ പറഞ്ഞ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞ വർത്തമാനം കൊണ്ട് അവരുടെ ഹൃദയം കഴുകി ശുദ്ധമാക്കി എന്നുള്ളതല്ലാതെ എന്നിട്ട് അതിൻ്റെ കാരണം പറഞ്ഞു. ഞാൻ അഭയം അന്വേഷിച്ചു വരുന്ന ഒരാളിനെ ഇതുവരെ സ്വീകരിക്കാതിരുന്നിട്ടില്ല. അത് വിഭീഷണനായാലും ശരി, രാവണനായാലും ശരി, അഭയം തരണം എന്ന് പറഞ്ഞാൽ മട്ടുമാറും. നമുക്കങ്ങനല്ല, തരാടാ നീങ്ങുവാ, നിനക്ക് അഭയം ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ കാപട്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കരുത്തുണ്ടായത് കൊണ്ടായിരിക്കും ശ്രീരാമൻ അങ്ങനെ സ്വീകരിച്ചത്, അത് സമ്മതിച്ചത്. അല്ല, ഇത് വിഭീഷണം വന്നപ്പോഴേ രാവണന്റെ അനുജനാണെന്ന് അറിഞ്ഞിട്ടും സ്വീകരിക്കാൻ തീരുമാനിച്ചത്
ഇതിൽ യാതൊരു കാപട്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അദ്ദേഹത്തിന് പരിപൂർണ്ണ ബോധ്യമുള്ളത് അറിയാം അറിയാം. പക്ഷെ സാധാരണക്കാർക്ക് ആ കാപട്യം അത് ഇല്ല, കാപട്യമാണെന്നേ തോന്നുകയുള്ളൂ. അതൊരു കാരണമാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്ന കാരണം അതല്ല. അല്ല, കാരണം സർവജ്ഞനല്ലേ, സർവജ്ഞനായല്ലേ രാമൻ, അതാണ്. അപ്പം അദ്ദേഹത്തിന് ചില പെരുമാറ്റ നിയമങ്ങളുണ്ട് മറ്റുള്ളവർക്കില്ലാത്തത്. അതിലൊന്ന്, ആരെങ്കിലും ഇന്ന് അഭയം ചോദിച്ചാൽ അത് കൊടുക്കുക എന്നതാണ്. ദത്താഭയം മയാ. അതുകൊണ്ട് അഭയം വേണം എന്ന് അവൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവന് അഭയം കൊടുത്തു കഴിഞ്ഞു. അതൊന്നിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ അഭയം കൊടുത്തു കഴിഞ്ഞു. ആനയൈനം ഹരിശ്രേഷ്ഠ. അതുകൊണ്ട് അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അത് വിഭീഷണനായാലും രാവണനായാലും ഈ അഭയം കൊടുക്കുക എന്നുള്ളത് എൻ്റെ വ്രതത്തിൽപ്പെട്ട സംഗതിയാണ്. അതിൽ മരണത്തെ ഭീതിപ്പെടാറേയില്ല. അത്രയും ധീരത കാണിക്കാറില്ല പലയിടത്തും ധർമ്മപുത്രർ. രാമൻ സാധാരണ ചെറിയ സംഭവങ്ങളിൽ പോലും ഈ മനോഭാവത്തിൽ മാറ്റമില്ലാത്ത ആളാണ്. ആളുകളുമായി, ഉദ്യോഗസ്ഥന്മാരുമായി വളരെ അടുത്ത് ഇടപഴകാത്ത ആളാണ്. ഈ ജനങ്ങളോട് കൂടുതൽ അടുത്ത് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഈ സീതയെ വീണ്ടെടുക്കാനുള്ള യുദ്ധത്തിൽ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിലുമില്ല. പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന കേസുകളിൽ നേരിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാലും കൂടുതൽ സംസാരിക്കുന്നത് ജഡ്ജും വാദിയും പ്രതിയുമായിരിക്കും. അദ്ദേഹമല്ല, ചില ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്ത് ഇയാൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് ശിക്ഷ ഇളവ് ചെയ്ത് പ്രതിയെ വിടിവിച്ചതെല്ലാം ഒന്നുകിൽ കൈക്കൂലി വാങ്ങിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയിട്ടായിരുന്നു എന്നുള്ള വസ്തുത ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. തർക്കങ്ങൾ പിന്നെ അവിടെ നടക്കും. ആ തർക്കങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യും, നിർത്താനൊന്നും പറയില്ല, ചക്രവർത്തിയാണെന്ന് വെച്ചിട്ട്. അനങ്ങാതെ അത് അതിൻ്റെ സ്വാഭാവികമായ അന്ത്യം സംഭവിക്കുന്നവരെ അദ്ദേഹം കാത്തിരുന്നിട്ട് വിധിയും പറയും. വിധി കൃത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. അതിനകത്തുള്ള ജഡ്ജി ഉൾപ്പെടെയുള്ളവർക്കും അത് ബോധ്യപ്പെടും. കാരണം സുപ്രീം കോടതി എന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നത് കേസ്. പിന്നെ ഈ ദയാഹർജികളുണ്ട്, അതും വരും. ചക്രവർത്തി തിരുമനസിനെ കണ്ട് നേരിട്ട് പറഞ്ഞ തെറ്റ് ചെയ്തു പോയി ജീവൻ തരണം എന്ന് യാചിക്കാനാണ് ഈ വരുന്നത്. അതിലും കാര്യങ്ങൾ ചോദിക്കും. ജീവൻ തിരികെ കൊടുക്കത്തക്കതാണെങ്കിൽ ആ ജീവൻ എടുക്കുകയും അല്ല തിരികെ കൊടുക്കുകയും ചെയ്യും. അതല്ല ഇത് ജീവൻ തിരികെ കൊടുക്കേണ്ടാത്തതാണെങ്കിൽ ഇവൻ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, തല പോയത് തന്നെ. അതിൽ ഒരു മാറ്റവും വരികയില്ല, ആരും ഇടപെടുകയുമില്ല. അതിനകത്ത് വസിഷ്ഠൻ പോലും അതിലൊന്നും ഇടപെടുകയില്ല. അടുത്ത പടി എന്തായിരിക്കും, എന്താണ് ചെയ്യേണ്ടത് എന്ന തിട്ടമില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അപാരമായ ധീരത കാണിക്കുന്ന ആളാണ് അദ്ദേഹം, ധർമ്മപുത്രൻ. അതിനുള്ള ധാർമ്മിക ശക്തിയുണ്ട്. അതിനുള്ള ധാർമ്മിക ശക്തിയുണ്ട്. ധർമ്മത്തിൻ്റെ അവതാരമാണല്ലോ. അതിനുള്ള ധാർമ്മിക ശക്തിയുണ്ട്. എന്നാലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാവുന്നതാണ്. ചിലതൊക്കെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. മറ്റൊന്നും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കൂടി ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഒരു കൃത്രിമ കഥാപാത്രമാണ് എന്ന് വായനക്കാർക്ക് തോന്നുന്നത്. ആ കൃത്രിമ കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ എന്ന് തോന്നാതിരിക്കാനാണ് മറ്റുള്ളതൊക്കെ പഠിച്ചിട്ടേ ഇത് വായിക്കാവൂ ഭഗവത്ഗീത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാണ്. അത് ആളുകൾ ചെയ്യില്ല. അത് ചെയ്യില്ലെന്ന് മാത്രമല്ല, വായിച്ചിട്ട് തോന്നിയതുപോലെ എഴുതി പിടിപ്പിക്കുകയും കൂടി ചെയ്യും. കാരണം ഞാൻ മഹാഭാരതം വായിച്ച് കൃത്യമായിട്ട് മുഴുവനും വായിച്ച് ഇതൊക്കെ പലയിടത്തുനിന്നും ഞൊട്ടിയെടുക്കുന്നതാണ്. ശ്രീനിവാസ ശാസ്ത്രികളുടെ അവിടെ നിന്ന് ചില ആശയങ്ങൾ ഞൊട്ടിയെടുത്തു.
നാരായണനെ നമസ്കരിച്ചിട്ടേ ഇത് വായിക്കാവുന്ന രീതിയിൽ നാരായണൻ നമസ്കൃത്യ നിരം ചെയ്യുമെന്നൊരോത്ത്. ഇങ്ങനെ ഓരോന്നിൽ നിന്നും എടുത്ത് കഴിയുമ്പോൾ ഇതൊരു പുസ്തകമാകും. പിന്നെ അതിനകത്തൊരു ആകർഷകമായ ടൈറ്റിൽ തോന്നിയാൽ അത് കൊടുക്കും. ദൈവാധീനം കൊണ്ട് അങ്ങനെ ആകർഷകമായ ടൈറ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്നവരാരും അല്ല ഈ പണിക്ക് പോകുന്നത്. അതുകൊണ്ടൊരു ആകർഷകമായ ടൈറ്റിൽ പോലും കൊടുത്ത് കണ്ടിട്ടില്ല. എല്ലാം വളരെ പ്രൊസൈക്കായ ടൈറ്റിൽസാണ്, ശീർഷകങ്ങൾ. രാമൻ്റെ വനയാത്ര. അതാണ് രാമൻ്റെ വനയാത്രയ്ക്ക് എന്താ? വനത്തിനറിയാൻ പാടില്ല ഇത് രാമൻ ആണെന്ന്. ഗല്ല രാമൻ്റെ വനയാത്രയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളൂ. ഇപ്പോൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു വൃക്ഷം ആഫ്രിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ പല രാജ്യത്തു നിന്നും പല വൃക്ഷങ്ങളും കേരളത്തിൽ വന്ന് പോകുന്നുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങനൊരു വൃക്ഷം വരുന്നു. അപ്പോൾ ഇവിടുത്തെ വൃക്ഷം ഒന്ന് ചിരിച്ചു. ആ ലോഹയൊക്കെ ഒന്ന് മാറ്റി ശരിപ്പെടുത്തി കെട്ടിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഒന്ന് ചിരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പിന്നെ കോഴിക്കോട്ട ഒരെണ്ണം കൊടുത്തു. അത് തൊണ്ടേ കിട്ടി. അതോടുകൂടി വന്ന വൃക്ഷത്തിൻ്റെ പണിത് അല്ല ക്ലോസായി. ഇതല്ല പിന്നെ ഒന്നും ചോദിക്കില്ല. കാരണം ഇത് ഇറങ്ങേണ്ട കഴിവുണ്ട്. ഇതെങ്ങനെ തിരണമെന്ന് അറിയാൻ പാടില്ലല്ലോ. കടിച്ചപ്പോൾ പതിരിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പൊക്കോളുന്നാണ് പാവം ധരിക്കുന്നത്. അയാൾ തിന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ കുറച്ച് നേരത്തേക്ക് എല്ലാത്തിനും യെസ് അത്രയും ഇവരോട് പുറത്തേക്ക് തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിത് വായിച്ചാൽ മതി എന്ന് പറയുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ആശയങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. ഒത്തിരി ഭാവനാ പ്രകാണ്ഡങ്ങൾ കിട്ടും, ഭാവനാ പ്രസാദങ്ങൾ കിട്ടും. ഭാവനയുടെ നിധികുംഭങ്ങൾ കിട്ടും. കുഴിച്ചിട്ടിരിക്കാൻ അവിടെ വായന കൊണ്ട് മാന്തി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അസാധാരണമായ അനുഭവധന്യതയുണ്ടാകും നിങ്ങൾക്ക്. അസാധാരണമായ ലോകവീക്ഷണം ഉണ്ടാകും. പ്രപഞ്ചത്തിലെ ആദിമ ജീവിയോട് മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളോട് വരെയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ, വിചാരത്തിൽ, വികാര പ്രകടനത്തിൽ, അവയുടെ സാന്നിധ്യത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം ചില്ലറയായിരിക്കില്ല. ഈ ചീഞ്ഞളിഞ്ഞ മാങ്ങയുടെ പുറത്ത് ഈച്ചയിരിക്കുന്നവരെയാണ് ലോകത്തിൻ്റെ പുറത്ത് ആളുകൾ ഇരിക്കുന്നതേ. അപ്പോൾ എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരമുണ്ട് ഈ മാമ്പഴത്തെക്കുറിച്ച്. ഈച്ചച്ചിയോട് പറയുന്നത്. ഈ നമുക്ക് ഇതിലെല്ലാം സാൽമ്യം പ്രാപിച്ചാൽ അവരുടെ വിചാരം നമ്മളിലേക്ക് പോരും തരും. ഇങ്ങനെയാണ് വ്യാസന് ഈ മൃഗങ്ങളുടെ ഭാഷ അറിയാമായിരുന്നു, വൃക്ഷങ്ങളുടെ ഭാഷ അറിയാമായിരുന്നു എന്ന് പറയുന്നത്. ഈ വൃക്ഷങ്ങളുടെ ചൈതന്യത്തിൻ്റെ ലെവൽ, ആ ലെവലിലേക്ക് തൻ്റെ ചൈതന്യത്തിൻ്റെ ലെവലിനെ ഇറക്കിക്കൊണ്ടുവന്ന് അതിനെ സമരേഖയിൽ നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കീടങ്ങളോട് സംസാരിക്കുന്നത്, മറ്റേ കൃമികളോട് സംസാരിക്കുന്നത്. ആ കൃമികളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹം പാണ്ഡവന്മാരോട് സംസാരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. പുറമേ വ്യത്യാസമുള്ളതായി ഇത് അവരുടെ മുത്തശ്ശനാണ് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് വലിയ വാത്സല്യം കാണിച്ചു എന്ന് അവർക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായി വാത്സല്യം ഇവരുടെ മേൽ കോരിച്ചൊരിയുന്നില്ല. അങ്ങനെയാണ് ഈ അർജുനൻ്റെ കാര്യത്തിലും. തന്നോട് പ്രത്യേകമായ വാത്സല്യമുണ്ട് ദ്രോണർക്ക് എന്ന് അർജുനന് തോന്നുകയാണ്. ദ്രോണർക്കുണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല എന്നറിഞ്ഞുകൂടാ നമുക്ക്. അതിനെന്താ കാരണം? അദ്ദേഹത്തെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നു. ആ ശുശ്രൂഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകർക്ക് താല്പര്യമുണ്ടോ? ഉണ്ടാവും. അത് സ്വന്തം മകനോടുള്ളതിനേക്കാൾ താല്പര്യം ഉണ്ടായെന്ന് വരും. അപ്പോൾ ആ ജ്ഞാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും സ്വന്തം സമ്പാദ്യം മകന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ മകന് തോന്നുന്നു
ഇതായിരിക്കും ഇയാളുടെ ശരിക്കുള്ള മകൻ മകന് സംശയം തോന്നും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പെരുമാറ്റമാണ് വ്യാസൻ്റേത്. ആ പെരുമാറ്റത്തിൻ്റെ ലോകവ്യാപകമായ ധാവള്യമാണ് കൃഷ്ണൻ. അതുതന്നെ പെരുമാറ്റം, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ്. അത് ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. ഒരു കഥാപാത്രം ലോകവ്യാപകമായി വളർന്നു നിൽക്കുന്ന അത്യത്ഭുതകരമായ കാഴ്ചയാണ് മഹാഭാരതത്തിൽ കാണുന്നത്. ആ മുഖ്യ കഥാപാത്രത്തിന് താഴെയേ മറ്റ് കഥാപാത്രങ്ങളുള്ളൂ. പെട്ടെന്ന് ആളുകൾക്ക് ഭീഷ്മരെയാണ് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ തോന്നുക. എല്ലാവർക്കും സംരക്ഷണത്തിൻ്റെ കുട പിടിച്ചു കൊടുത്ത് നിൽക്കുന്ന ഭീഷ്മർ. എല്ലാത്തിനെയും തന്നിലേക്ക് പിടിച്ചടുപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം. സാർ, ഈ കർഷതി ഒരു കർഷതി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കൃഷ്ണന്റെ ആ ഇത് പദം ഭരിച്ച് പറയുമ്പോഴേ, അപ്പൊ കർഷതി എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നു എന്നുള്ളതല്ലേ? ആകർഷിക്കുന്ന അർത്ഥമുണ്ട്, കൃഷി ചെയ്യുന്നു എന്നർത്ഥമുണ്ട്. അപ്പൊ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് പിടിച്ചടുപ്പിക്കാനുള്ള, തന്നിലേക്ക് ചൈതന്യവശാൽ അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം. അതാണ്. അതും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടാകാം പേര് നിർദ്ദേശിച്ചപ്പോൾ. അതെ 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 അതെ. പേരിട്ടത് അമ്മയാണെങ്കിലും അതിനെ മലയാളം പറഞ്ഞാൽ അത് കിട്ടില്ല. കറമ്പൻ എന്നുള്ള മലയാളത്തിൽ ആ അർത്ഥം കിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നാം കൊട്ടാരം വിടുകയാണ്. വലിയ ആഘാതമുണ്ടാക്കുന്ന, ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ പോലും വിണ്ടുകീറിപ്പോകുന്ന തരത്തിലുള്ള, ആ വിണ്ടു കീറിയ വ്രണങ്ങളിലൂടെ ആത്മാവും ചൈതന്യവും ചോർന്നു പോകുന്ന തരത്തിലുള്ള ഭീകരമായ കൽപ്പനകളാണ് പിന്നീട് വരുന്നത്. നാം രാജ്യം വിടുന്നു. അതുകൊണ്ട് യുയുത്സുവിനെ യുവരാജാവാക്കി അഭിഷേകിക്കുക. താഴത്ത് പിന്നീട് വളർന്നു വരുമ്പോൾ പരീക്ഷിത്തും രാജാവായിക്കൊള്ളും. അത് മന്ത്രിമാരെ പറഞ്ഞ് ഏൽപ്പിക്കുക. എന്നോടുകൂടി വരാൻ താല്പര്യമുള്ളവർക്ക് എന്നോടുകൂടി വരാം. അത് ആ നിമിഷത്തിൽ തീരുമാനിക്കുന്നതാണ്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ ഇറങ്ങി പുറപ്പെടണമെന്നുള്ളത് അല്ലെങ്കിൽ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു? അങ്ങനെ സൂചനയൊന്നുമില്ല. സാധാരണ വാനപ്രസ്ഥം പറയുന്നുണ്ട്. ഇതൊരു വാനപ്രസ്ഥമല്ല. ഇത് വാനപ്രസ്ഥമല്ല, അതിന്റെ ഇടയ്ക്കുള്ളൊരു പരിപാടിയാണിത്. അതെ, വാനപ്രസ്ഥത്തിന് മുമ്പ് ഇത് മറ്റാരും ചെയ്യാത്തതാണ്. ചെയ്യും. വാനപ്രസ്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അങ്ങ് പോവുക, ലക്ഷ്യമില്ലാതെ പോവുക. വനത്തിലേക്കുള്ള പ്രസ്ഥമാണ്. പൂർണ്ണമായി വനത്തിലേക്ക് നടന്നു പോകുന്നു എന്ന് വെച്ചാൽ തൻ്റെ ശരീരം വനത്തിൽ കിടന്ന് ജീവൻ പോയി വനത്തിൽ ഇതിനെ വളമായിത്തീരട്ടെ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഊണായിത്തീരട്ടെ എന്ന് കരുതി ഉള്ള പോക്കാണത്. അങ്ങനെയുള്ള അപകടങ്ങളൊന്നും പറ്റി ഇല്ലെങ്കിൽ അവിടെ കാട്ടിൽ ഒരു കുടിലുണ്ടാക്കി അവിടെ താമസിക്കും. അങ്ങനെ അതല്ലാതെ നേരെ കയറിപ്പോയി തളർന്ന് വീണ് മരിക്കുകയും ചെയ്യാം. അതിനും ഈ വാനപ്രസ്ഥത്തിൻ്റെ പ്രാരംഭമായിട്ട്, പക്ഷെ ആ പ്രാരംഭത്തിൽ തന്നെ തീരും എന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ വീഴുന്നത് വരെയാണ് നടക്കുന്നത്. ഇതും അങ്ങനെയാണല്ലോ. ഇത് അങ്ങനെയാണ്. ഇത് അതുകൊണ്ട് പരീക്ഷത്തിനെയും രാജാവാക്കി വാഴിക്കുക. എന്നിട്ട് എന്നോടുകൂടി വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടാണ്, അങ്ങനെ ഒരു ശങ്ക വേണ്ട. ഈ യുയുത്സുവിനെ രാജാവാക്കിയോ അതോ ഈ ഒരു എല്ലാ നോട്ടക്കാരനായിട്ട് രാജാവാക്കി? അപ്പോൾ അതാണ് ഈ ധൃതരാഷ്ട്രക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ച് ധൃതരാഷ്ട്രയുടെ പുത്രനെ തന്നെ ധൃതരാഷ്ട്ര മകന് തന്നെ കിട്ടുകയാണ്. അവൻ കൊള്ളരാത്തവനായിരുന്നതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഇതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പരീക്ഷിത്തും കൊള്ളരാത്തവനായതുകൊണ്ട്
അയാളുടെ കയ്യിലും രാജ്യം ഇരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പഴത്തിനകത്തിരുന്ന പുഴുവിൻ്റെ അവിടെ കൊണ്ട് കഴുത്ത് കാണിച്ച് കൊടുത്തിട്ട് കടിയിടാ, നീ ഒന്ന് കടിച്ച് ഞാൻ കാണട്ടെ, കടിയിടാ എന്ന് പറയുന്നു അല്ലേ. മൂന്നാമത്തെ പറച്ചിലിന് മുമ്പ് കഴുത്തിന് കടി വീണു. അപ്പോൾ അവൻ എന്ത് വൃത്തികെട്ടവനാണ് സ്വഭാവത്തിൽ എന്നുള്ളതും മിണ്ടാതിരിക്കുന്ന മുനിയുടെ മേത്ത് ചീഞ്ഞ പാമ്പിനെ കൊണ്ടുപോയി ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തിയാണ്. പിന്നെ ആ സമയത്ത് കൃത്യമായി പാമ്പ് അവിടെ എങ്ങനെ ചത്തിഞ്ഞിടുന്നു എന്നുള്ളതിന് മാത്രമേ നമുക്കൊരു അതുമല്ല, ഈ രാജാക്കന്മാരെല്ലാം മുനികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായി നായാട്ട് പോലും നടക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് തൂണേപ്പര കെട്ടി താമസിച്ചവനാണ് ഒരു കുടിയാൻ. ബ്രഹ്മാണ്ഡത്തിലെ 10 സെൻറ്റുകാരനാണ്.